ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ എൻ്റെ വീഡിയോയിലെ എല്ലാ പോരാളികളും മനസ്സിലാക്കി എന്നെ സപ്പോർട്ട് ചെയ്ത ഓരോ വ്യക്തികൾക്കും 1000 നന്ദി. ഒരുപാട് നല്ലൊരു സുഹൃത്തുക്കൾ, യാതൊരു വ്യക്തിപരമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരുപാട് പേര് എൻ്റെ ഫോണിൽ വിളിക്കുകയും എൻ്റെ വീഡിയോയിലെ പോരാളികളൊക്കെ പറഞ്ഞു തരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും 1000 നന്ദി. ഓരോ വ്യക്തികൾക്കും എത്ര പറഞ്ഞാലും മതി വരത്തില്ല. എല്ലാവർക്കും 1000 നന്ദി. നീ എൻ്റെ വീഡിയോയിൽ കാണണം, ഫുള്ളായിട്ട് കാണണം, ലൈക്ക് അടിക്കണം. ആദ്യം തന്നെ ഇതിനൊരു 500 ലൈക്കെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കിപ്പം ഏകദേശം ഒരു 600 സബ്സ്ക്രൈബറിനടുത്ത് ആറായി. ഇനി ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മടിക്കണ്ട. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടാണ് എൻ്റെ അടുത്ത വീഡിയോയിലോട്ടുള്ള പ്രചോദനം. എല്ലാവർക്കും നല്ല മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത് വീഡിയോ ഡീറ്റെയിൽ ഫുള്ളായിട്ട് വീഡിയോ കാണണം, ലൈക്ക് അടിക്കാൻ ഒട്ടും മുടക്കല്ലേ. ഞങ്ങളൊരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി ഹോട്ടലിൽ കയറിയതാണ്. എല്ലാവരും ഒന്നും എല്ലാം തികഞ്ഞവരാരുമല്ല, പോരാളികളൊക്കെ ഒരുപാടുണ്ട്. എല്ലാം ക്ഷമിച്ച് എന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യണം. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിന്നൊരു യാത്രയിലാണ്. വേറെ ആരുമല്ല, നമ്മുടെ മച്ചാന്റെ വണ്ടിയല്ല, അമ്മയായിട്ട് ഇന്ന് വണ്ടാന ഹോസ്പിറ്റൽ വരെ പോയതായിരുന്നു കണ്ണിന്റെ കാര്യത്തിന് വേണ്ടി. അമ്മയൊക്കെ പുറകിൽ പോകുന്നുണ്ട്, പ്രിയങ്കയുണ്ട്. കണ്ണിൽ തിമിരവും ഷുഗറും ബാധിച്ചായിരുന്നു. അതിന് വേണ്ടി വണ്ടാനം വരെ പോയതായിരുന്നു. കായംകുളത്ത് കാണിച്ചപ്പോ അവര് പറയും വണ്ടാനത്ത് പോകണം. അങ്ങനെ വണ്ടാനത്ത് പോയതാണ്. ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. അങ്ങനെ സോണി മച്ചാന്റെ വണ്ടിയല്ല ഇന്ന് യാത്ര. സോണിയാക്ക് ബിരിയാണിയൊക്കെ മേടിച്ചത് കേട്ടോ. സോണിയുടെ വണ്ടി ഓട്ടം പോയി കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്. ആ ഓട്ടം എവിടെ ലോഗ് പോവാണെങ്കിൽ അന്നത്തെ ചെലവ് മൊത്തം സോണിയായിരിക്കും. ഇല്ലേ സോണി? എങ്ങനെ അത് വല്ല പാക്കേജ് വല്ലതാണോ? എങ്ങനാ പാക്കേജാണോ? അത് പാക്കേജ് കേട്ടോ. നേരത്തെ കുട്ടി ബുക്ക് ചെയ്യണം. എന്തൊക്കെ രാവിലത്തെ കാപ്പി, ഉച്ചക്ക് ബിരിയാണിയോ? ബിരിയാണി ഇല്ലെങ്കിൽ മന്തിയോ? ഉച്ചക്ക് മന്തി ബിരിയാണിയോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിച്ചു തരും. അതുകൊണ്ട് സോണിയുടെ വണ്ടി മാക്സിമം ഓട്ടം പോകാൻ ശ്രമിക്കുക. എന്താ ഓട്ടോ ആയല്ലോ, നമ്പർ കണ്ട് സ്ക്രീനിൽ കൊടുത്തേക്കാം. സോണി ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നടാ? സൂപ്പർ ബിരിയാണി അല്ലേ? അല്ല സത്യം എന്താ കേട്ടോ പറ, എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി? ബിരിയാണി എങ്ങനെ ഉണ്ട്? സത്യം കൊള്ളത്തില്ലായിരുന്നു ഇല്ലേ? മോശമല്ലേ? അല്ലെങ്കിൽ മോശമായിട്ടോ തോന്നി? നിനക്കോ മോശമായിട്ടോ തോന്നി? ഒരു സുഖമില്ലാത്ത ബിരിയാണി ആയിരുന്നു. നിന്നെ കഴിച്ചു ഇല്ലേ? പേടിച്ചു പോയില്ലേ? ഇവന് കഴിക്കാതിരിക്കാൻ പറ്റുമോ? എത്ര ബിരിയാണിക്ക് എത്ര ആയിരുന്നു? ലൈൻ ന്യൂസ് ആയത് 4 ബിരിയാണി 620 രൂപ. അത് ലാഭമല്ലേ കടക്കാർക്ക് ലാഭമോ? അല്ല ബിരിയാണി മോശമായിരുന്നു കേട്ടോ, തമാശ പറഞ്ഞല്ല. ബിരിയാണി അത്ര പോരായിരുന്നു ഇല്ലേ തോണി? സത്യമല്ലയോ? കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. വിചാരിച്ച അത്രയും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. ബിരിയാണി മോശമായിരുന്നു. ഇപ്പൊ എവിടെ എത്തിയടാ? അമ്പലപ്പുഴ കഴിഞ്ഞ് ആ റോഡ് കണ്ട, റോഡ് പണിയൊക്കെ നടക്കുക. റോഡ് പണി കാണിച്ചു തരാം. ഇതിപ്പോ അമ്പലപ്പുഴ കണ്ട, റോഡ് പണിയൊക്കെ, റോഡ് സൈഡിൽ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ. 6 മണിക്ക് ഭയങ്കര മഴയായിരുന്നു. അത് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴാ വീഡിയോ എടുക്കാൻ പറ്റും. ഇപ്പൊ തിരിച്ചു വരുന്ന വഴിയാണ്. ഇപ്പൊ വെയിലുണ്ട് അത്യാവശ്യം. രാവിലെ ഭയങ്കര മഴയായിരുന്നു ഇവിടം വരെ. ഫോണി 1 മണിക്കൂർ കൊണ്ട് എത്തുമെന്ന് പറഞ്ഞത് എത്ര 2 മണിക്കൂർ എടുത്തു. ചോദിച്ചാൽ പറയും മഴ സമയത്ത് ലേറ്റ് ആവും, വെയിലുണ്ടെങ്കിൽ കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട് വണ്ടാനത്ത് എത്തിക്കത്തുള്ളൂ കായംകുളത്ത് നിന്ന്. ഇല്ലേ തോണി? ഇല്ലേടാ? മഴയാണെങ്കിൽ ലേറ്റ് ആവും. മഴയാണെങ്കിൽ ലേറ്റ് ആവും. വെയിലാണെങ്കിൽ കറക്റ്റ് 1 മണിക്കൂർ. ഇല്ലേ? ഇടയ്ക്ക് സ്റ്റോപ്പ് വല്ലതും ഉണ്ടോ?